ചിലരെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ പറ്റൂ എന്ന് നിർബന്ധമുള്ള ചിലരുണ്ട്. ഏത് നാട്ടിലും ചോദിക്കുന്ന കാര്യത്തിന് പ്രസക്തി ഉണ്ടോ, അത്യാവശ്യമുള്ളതാണോ എന്നൊന്നും ആലോചിച്ചിട്ടല്ല, വെറുതെ ഒരു ചോദ്യം. ഞങ്ങളുടെ നാട്ടിലെ ഒരു കുളിക്കടവിൽ സ്ത്രീകൾ കുളിക്കുന്ന നേരത്ത് തോട്ടുവക്കിലൂടെ നടന്നു വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ വെള്ളത്തിൽ ശരീരം പാതി ഒളിപ്പിച്ചിരിക്കുന്ന സ്ത്രീകളോട് പതിവായി ചോദിക്കും, അറിയാമോ ചേട്ടത്തി കുളിക്കുമായിരിക്കും അല്ലേ എന്നും ഇതേ ചോദ്യം തന്നെ. ഒരു ദിവസം മറിയാമ്മ ചേട്ടത്തി അവനോട് പറഞ്ഞു, അല്ലടാ ഞങ്ങൾ അപ്പം ചുടുക. അതോടെ അവന്റെ ചോദ്യം അവസാനിച്ചു. ഇതുപോലെ എവിടെയും എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞേ തീരൂ ചില സാംസ്കാരിക നായകർക്ക്. നായകർ എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. തൃശൂർ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനം, പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം, സംഭവത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണം. രമേശ് ചെന്നിത്തലയാണ്. ശരി ശരി രമേശ, പറഞ്ഞത് നന്നായി. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പരിശോധന നടക്കില്ലായിരുന്നു. എന്തുവാ രമേശ വീഴ്ച? ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, എല്ലാം കൃത്യമായി നടന്നല്ലോ. തൃശ്ശൂരിൽ വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനം കേരളത്തെ ആകെ സങ്കടത്തിലാക്കുന്നു. പരിക്കേറ്റവർക്ക് സർക്കാർ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം. വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുകയാണ്. അയ്യോ, സതീശൻ പറഞ്ഞില്ലെങ്കിൽ വിദഗ്ധ ചികിത്സ കൊടുക്കില്ലായിരുന്നു. എന്ത് നല്ല മനുഷ്യൻ. അല്ല സതീശ, സർക്കാർ ചികിത്സ ഉറപ്പാക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സർക്കാർ പറഞ്ഞിട്ടാണോ അവർ പടക്കം ഉണ്ടാക്കാൻ പോയത്? അതൊരു സർക്കാർ ജോലിയാണോ? 2 ഫയർ എഞ്ചിനുകളെങ്കിലും അവിടെ വേണമായിരുന്നു. കരിമരുന്ന് പ്രയോഗം ഡിജിറ്റലാക്കേണ്ട സമയമായി. കരിമരുന്ന് പ്രയോഗം ഡിജിറ്റലാക്കുന്ന വിഷയം എങ്ങനെയാണ് എന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് അറിയാമോ എന്തോ എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പം അദ്ദേഹം അതിനുള്ള വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ജേക്കബ് സാറേ, സംഭവം വെടിക്കെട്ടുപുരയിലാണ്, പൂരപ്പറമ്പിലല്ല. ഇവരൊക്കെ വർഷങ്ങളായി ആ പണി ചെയ്യുന്നതാണ് അവിടെ തന്നെ, ആ പുരയിൽ. അവർ അവിടെ സ്ഥിരമായി ഫയർ എഞ്ചിൻ സൂക്ഷിക്കണം എന്നാണോ സാർ പറയുന്നത്? അതുണ്ടെങ്കിൽ എന്ത്? ആദ്യത്തെ സ്ഫോടനത്തിൽ തന്നെ ജീവൻ പോകും. പിന്നെ തീ പടരാതിരിക്കാൻ കുറെ വെള്ളം ഒഴിക്കാം. പക്ഷേ വെള്ളത്തിനടിയിലല്ലേ തോട്ട പൊട്ടുന്നത്. പിന്നെ തീ പടർന്ന കമ്പക്കെട്ടിൽ വെള്ളം ചീറ്റിച്ചിട്ട് എന്ത് കാര്യം? പരിക്കേറ്റ എല്ലാവർക്കും എത്രയും വേഗം വൈദ്യസഹായം നൽകണം എന്ന് കെ.സി. വേണുഗോപാലാണ്. മഹത്തായ ഒരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഈ പരിക്കേറ്റവർക്കൊന്നും ചികിത്സ പെട്ടെന്ന് കൊടുക്കില്ല, വെച്ചുകൊണ്ടിരിക്കും. തൃശ്ശൂരിൽ വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനം നടുക്കുന്നത്. ചികിത്സയിൽ കഴിയുന്നവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി സുരേഷ് ഗോപി. പരിക്കേറ്റവരുടെ ഭാഗ്യം. സുരേഷ് ഗോപി അത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മികച്ച ചികിത്സ ആര് കൊടുക്കും? സുരേഷ് ഗോപിയുടെ വക ഒന്നുകൂടിയുണ്ട്. തൃശ്ശൂരിലെത്താൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ന് രാത്രി തന്നെ മണ്ഡലത്തിലെത്തും. കണ്ടോ, പ്രധാനമന്ത്രി പറഞ്ഞത് കൊണ്ടാണ് സുരേഷ് ഗോപി പോകുന്നത് എന്നല്ലേ? അതിദാരുണം. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ. സ്ഫോടനത്തിൽ പ്രതികരിച്ച് മമ്മൂട്ടി. ആ മഹാമനസ്സിന് നമസ്കാരം പറഞ്ഞേ പറ്റൂ. തൃശ്ശൂരിൽ വെടിക്കെട്ടുപുരയിൽ ഉണ്ടായ സ്ഫോടനം അത്യന്തം ദുഃഖകരം. അപകട സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല. പറയുന്നത് ചില്ലറക്കാരനല്ല, മന്ത്രിയാണ് കെ രാജൻ. അമ്പോ, എന്തൊരു കരുതലാണ്. മന്ത്രി രാജൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ആളുകൾ ചുമ്മാ ഓടിച്ചെന്ന തീയിൽ ചാടും. ഒരു സംശയവും വേണ്ട. കുറച്ച് വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ മരടിലെ സെന്റ് ജാന ഇടവക പള്ളിയുടെ പെരുന്നാൾ ആഘോഷങ്ങളെ കുറിച്ച് പാരിഷ് കൗൺസിലിൽ ചർച്ച പൊടിപൊടിക്കുകയാണ്. പ്രദക്ഷിണം, സ്വീകരണം, ഭക്ഷണം, വെടിക്കെട്ട് എന്നിങ്ങനെ ഇനം തിരിച്ച് കമ്മിറ്റികൾ. ഞാൻ പറഞ്ഞു, നമുക്ക് എന്തിനാണ് വെടിക്കെട്ടും പ്രദക്ഷിണവും? വെടിക്കെട്ട് കൊണ്ട് അന്തരീക്ഷ മലിനീകരണവും ശബ്ദ മലിനീകരണവും അല്ലാതെ ആർക്ക് എന്ത് നേട്ടം? പ്രദക്ഷിണം കൊണ്ട് വഴിപോക്കർക്ക് ദ്രോഹമാണ് ഉണ്ടാകുന്നത്. എത്രയോ ആളുകളുടെ യാത്രകൾ തടസ്സപ്പെടുന്നു. പറഞ്ഞു തീരും മുൻപേ എതിർപ്പുകൾ ഉയർന്നു. ഇവിടെ പെരുന്നാളാണെന്ന് 4 പേര് അറിയണ്ടേ? ഇതൊക്കെ ഇല്ലാതെ പെരുന്നാളിന് എന്ത് ഓളം? ഇതൊക്കെ പണ്ട് മുതലേ ഇവിടെ ഉള്ളതല്ലേ, നിനക്കെന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു. ഇവിടെ പെരുന്നാളാണെന്ന് അറിയേണ്ടവരെല്ലാം അറിഞ്ഞിരിക്കും. പെരുന്നാളിന്റെ പേരിൽ നമ്മൾ മനുഷ്യരെ ദ്രോഹിക്കുന്നത് ശരിയല്ലല്ലോ. ഭക്തിയും ത്യാഗവും ഒക്കെ ഉണ്ടെങ്കിൽ പ്രദക്ഷിണം നടത്തി മനുഷ്യരെ ദ്രോഹിക്കുന്നതിന് പകരം ഭക്തജനങ്ങൾ പള്ളിമുറ്റത്തെ മണലിൽ വെയിലിൽ അരമണിക്കൂർ മുട്ടുകുത്തി നിൽക്കാൻ തയ്യാറാകുമോ? ഏറെ വാക്പോരുകൾക്കൊടുവിൽ വെടിക്കെട്ടിന്റെ ബജറ്റ് അല്പം കുറച്ചു എന്ന് മാത്രം. പക്ഷേ പതിവ് പോലെ എല്ലാം നടന്നു. വിശ്വാസികൾ വിയർത്ത് നേടി സംഭാവന ചെയ്ത കാശെല്ലാം പൊടിയും പുകയും കരിയും ശബ്ദവുമായി അലിഞ്ഞുപോയി. കുറച്ച് വർഷങ്ങൾ മുൻപ് ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മരട് പ്രദേശത്തെ ദേശീയപാതയിൽ പോലീസ് വണ്ടി തടഞ്ഞു. ഒരു എസ് ഐ എന്നോട് പറഞ്ഞു, ഇവിടെ വെടിക്കെട്ട് തുടങ്ങാൻ പോവുകയാണ്, മറ്റേ വഴി കൂടെ പോയിക്കോ. 1 കിലോമീറ്റർ ദൂരം റോഡിൽ ഒരടി അകലത്തിൽ ഖജനാക്കുറ്റികൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ദേശീയപാതയിൽ പോലീസ് കാവലിൽ വെടിക്കെട്ട് മേളം നടത്തുന്നതിൽ ആർക്കും ഒരു പ്രശ്നവും തോന്നുന്നില്ല.
അങ്ങനെ നാട്ടുകാരെ ദ്രോഹിച്ചാലേ ദേവീ ദേവന്മാർ പ്രസാദിക്കുകയുള്ളൂ പോലും. വഴിചുറ്റി വീട്ടിലെത്തിയിട്ട് ഞാൻ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെയും ജില്ലാ കളക്ടറുടെ ഓഫീസിലും വിളിച്ച് വിവരം അറിയിച്ചു. അവർ നോക്കട്ടെ എന്ന് അത് അങ്ങ് തണുത്ത മട്ടിൽ പ്രതികരിച്ചു. പിന്നെ മധ്യമേഖല DIG മധുസൂദനൻ നായരെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. എല്ലാം കേട്ടിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, മിസ്റ്റർ ജോർജ്, മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പോലീസിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് കാര്യം. ജനങ്ങളുടെ സുരക്ഷയെയും സ്വാതന്ത്ര്യത്തെയും കാൾ വലുതാണ് മതം. 2023 നവംബറിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൽ പറഞ്ഞു, ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുത്. ഏതാണ് അസമയമെന്നോ ആർക്കാണ് അസമയമെന്നോ ആ ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടില്ല. രാജ്യത്തെ നിയമപ്രകാരം രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഉച്ചഭാഷിണി, വെടിക്കെട്ട് എന്നിവയ്ക്ക് വിലക്കുള്ളത് കൊണ്ട് അത് അസമയമാണെന്ന് കരുതാം. പക്ഷേ രോഗികൾ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ഉറക്കം കിട്ടാത്തവർ എന്നിവർക്ക് ഏത് സമയവും അസമയമാകുമല്ലോ. പൊട്ടിക്കുന്നവരെ സംബന്ധിച്ച് ഏത് സമയവും ഇഷ്ടമാണ് താനും. പ്രത്യേകിച്ച് വിലക്കപ്പെട്ട സമയമാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ഈ ഉത്തരവ് പൂരം പോലുള്ള പരിപാടികളെ ബാധിക്കുമെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും അതിന് പിന്നാലെ വാർത്ത വരുന്നു. വെടിക്കെട്ടുകൊണ്ട് പരിസ്ഥിതി, ആരോഗ്യ, സാമ്പത്തിക നഷ്ടങ്ങളല്ലാതെ ഒരു നേട്ടവും ഇല്ലാഞ്ഞിട്ടും മനുഷ്യന് ഇതിന്റെ ഭ്രാന്ത് തീർന്നിട്ടില്ല. ഓരോ വർഷവും വെടിക്കെട്ടപകടത്തിൽ 100 കണക്കിന് ജീവൻ നഷ്ടപ്പെടുന്നു. കുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ ഒറ്റ മിനിറ്റിൽ പൊലിഞ്ഞത് 110 ജീവനാണ്. എന്നിട്ടും ഈ നാടിന് മതിയായിട്ടില്ല. ആ ഉത്തരവിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അസമയത്ത് പടക്കം പൊട്ടിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നല്ല സമയം നോക്കി എത്ര വേണേലും തട്ടിക്കോ എന്നല്ലേ അതിനകത്തെ ധ്വനി. അപ്പോൾ നല്ല സമയം നോക്കി പൊട്ടിച്ചാൽ പരിസ്ഥിതി, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണോ കോടതി പറയുന്നത്? പടക്കത്തിന്റെ മൂത്ത ചേട്ടനോ അപ്പൂപ്പനോ ആണല്ലോ ബോംബ്. അതുണ്ടാക്കാൻ പാടില്ല, കുറ്റമാണ്, കേസെടുക്കും. പക്ഷേ ആ ബോംബിന്റെ കൊച്ചനിയൻ, കൊച്ചുമോൻ, കൊച്ചു ബോംബ്, അതായത് പടക്കം ഉണ്ടാക്കാനും പൊട്ടിക്കാനും കോടതിയും കൊടി കാട്ടിയിരിക്കുന്നു. ഉത്തരവിന്റെ അവസാനം കോടതി ഒരു പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ പടക്കം പൊട്ടിക്കുന്നതിന്റെ ശബ്ദം കോടതിയും കേൾക്കുന്നുണ്ടെന്ന് ജഡ്ജി പറഞ്ഞതാണ്. കോടതി എന്ന് വെച്ചാൽ ജഡ്ജി എന്നും അർത്ഥമുണ്ടല്ലോ. കോടതി ഉത്തരവിട്ടു എന്ന് പറയുമ്പോൾ അതാണല്ലോ. എന്നാൽ കോടതി എന്നത് ഒരു സ്ഥാപനം, കെട്ടിടം എന്നിവയുമാകാം. എന്തായാലും പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കോടതിയും കേൾക്കുന്നുണ്ട് എന്ന് ജഡ്ജി പറയുമ്പോൾ അർദ്ധരാത്രിയിലും കോടതി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. വെടിക്കെട്ട് സംബന്ധിച്ച് വിവിധ കോടതികൾ ചട്ടങ്ങളും വിലക്കുകളും വ്യവസ്ഥകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അതുകൊണ്ടൊന്നും ദുരന്തങ്ങൾ ഒഴിവായിട്ടില്ല, ആവർത്തിക്കുന്നതേയുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം ജില്ലയിൽ ചിറ്റുമല ക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ട് മഹാദുരന്തമായി മാറി. മത്സരക്കമ്പമായിരുന്നു അത്. മണി, സഹദേവൻ എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിലെ ആദ്യത്തെ ഇനം ഓം എന്ന് ആകാശത്തിൽ എഴുതി കാണിക്കുന്നതായിരുന്നു. ഇത് കത്തിക്കുന്നതിന് വേണ്ടി മണിയും സഹായിയും ചേർന്ന ഭാരമുള്ള ഈ സാധനം കമ്പപ്പുരയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ അതിന്റെ കൂർത്ത അഗ്രം കറണ്ടുള്ള ബൾബില്ലാത്തൊരു ഹോൾഡറിനുള്ളിൽ മുട്ടി തീപ്പൊരി ചിതറി. കമ്പപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന മൊത്തം വെടിക്കോപ്പുകൾ ഒരൊറ്റ നിമിഷത്തിൽ മത്സരിച്ച് പൊട്ടി. അവിടെ ഉണ്ടായിരുന്ന 14 തൊഴിലാളികളും വെന്തുപരിച്ചു. ശരീരങ്ങൾ ചിതറിത്തെറിച്ചു. 2 പേർ പൂർണ്ണമായും കരിഞ്ഞുപോയി. കുറ്റിങ്ങൽ ദുരന്തമുണ്ടായതിന് പിന്നാലെ മരിച്ച 100 ചില്ലുവാനം പേരോടുള്ള ആദര സൂചകമായി അക്കൊല്ലത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കണമെന്ന് കേരളം മുഴുവനുള്ള പുരോഗമന മനസ്സുകൾ, മനുഷ്യസ്നേഹികൾ ഒന്നടങ്കം പറഞ്ഞു. പക്ഷേ ദേവസ്വം മേനന്മാർ അതങ്ങ് വകവെച്ചില്ല. കരിയും കരിമരുന്നും പഴയതിനേക്കാൾ മൂച്ചിൽ തുടർന്നു. എത്ര പേർ വെന്തു തീർന്നാലും കസവ് മുണ്ടെടുത്ത പ്രമാണിമാർ ആചാരത്തിന്റെ പേര് പറഞ്ഞ് പിന്നെയും പൊട്ടിക്കും. ചത്തവർക്ക് സർക്കാർ വേണമെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കട്ടെ എന്നാണ് നിലപാട്. പച്ചരി വാങ്ങി കഞ്ഞി കുടിക്കാൻ വേണ്ടി വെടിമരുന്ന് വാരി കൈ കറുത്തുപോയ പാവങ്ങൾ ചത്തൊടുങ്ങിയാൽ എന്ത്, ആർക്ക് നഷ്ടം? ആചാരം നടക്കണം. എങ്കിലും ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്നെങ്കിലും അല്പമൊന്ന് പൊള്ളലേൽക്കാത്തവർക്ക് എന്ത് വേദന. ഇനി ഒന്ന് ചോദിക്കട്ടെ, ഏത് ദേവീ ദേവന്മാർക്കാണ്, ഏത് ദൈവങ്ങൾക്കാണ് വെടി വേണമെന്ന് നിർബന്ധം? വെടിക്കെട്ടും ആനച്ചന്തവും കണ്ടാലേ പ്രസാദിക്കൂ എന്ന വാശിയുള്ള ദൈവങ്ങളുണ്ടോ?